Hello friends, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അരിയുണ്ടയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് തയ്യാറാക്കിയ ട്രഡീഷണൽ അരിയുണ്ട, അതായത് നമ്മുടെ അവലോസ് പൊടിയൊക്കെ തയ്യാറാക്കിയിട്ടുള്ള അരിയുണ്ട അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരി കൊണ്ട് വറുത്തിട്ട് തയ്യാറാക്കുന്ന വളരെ എളുപ്പത്തിൽ പൊട്ടിക്കാവുന്ന രീതിയിലുള്ള അരിയുണ്ടയാണിത്. അപ്പോൾ നമുക്കൊരു 4 മണി പലഹാരം തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനു മുമ്പ് ശരിക്കും ഒറിജിനൽ ട്രഡീഷണൽ നമ്മുടെ അരിയുണ്ട നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്, അതായത് നമ്മുടെ അവലോസ് പൊടിയിൽ ഒക്കെ ആക്കിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു മെത്തേഡാണ് കാണിക്കണേ. അപ്പോൾ നമ്മൾ ചോറ് വയ്ക്കുന്ന ഏതരിയായാലും അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മൾ മട്ടരിയോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളരി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് അരി വേണമെങ്കിലും വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റേഷൻ കടയിലെ അരി വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ തയ്യാറാക്കുന്നുണ്ട് റേഷൻ കടയിലെ അരി വെച്ചിട്ട്. അപ്പോൾ അതുപോലെ ഇതിന് അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് നല്ല ഇതുപോലെ തന്നെ അതേ ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഉണ്ടയാണ്. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ ഇതുപോലെ മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ അളവിലൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ മധുരത്തിൻ്റെ ഒരു അളവ് മാത്രമാണ് ഇതിലിപ്പോൾ പെർഫെക്റ്റ് അളവ് എന്ന് പറയാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ അരി കഴുകണ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കേണ്ട. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് കഴുകുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിൽ ഒന്ന് വെള്ളം വലം വെക്കുക. വറുത്തെടുക്കാനുള്ളതാണ്, അപ്പോൾ വെള്ളം പോകുന്നാലും നമ്മൾ അധികം വെള്ളമുള്ളത് ഇതുപോലെ നന്നായിട്ട് ഒരു അരിപ്പയിൽ വാലം വെച്ചാൽ നന്നായിരിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത് നാളികേരം. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു നാളികേരം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയോണ്ട് ഇതിന് ടേസ്റ്റ് നന്നായിട്ട് കൂടുകയുള്ളൂ. നിങ്ങൾക്കറിയാലോ, അവലോസ് പൊടി തയ്യാറാക്കുമ്പോൾ നമ്മൾ നാളികേരം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ നാളികേരത്തിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് 2 കപ്പൊക്കെ ഉണ്ടാവും, 2 കപ്പിന് മീതിക്ക് ഉണ്ടാവും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു നാളികേരം തന്നെ എടുത്തത്. പിന്നെ നമ്മൾ മറ്റതിന് ചെയ്യുന്ന പോലെ തന്നെ അവലോസ് പൊടിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ജീരകം ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ജീരകം കൂടി ചേർത്ത് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ അരിയും അതുപോലെ നാളികേരം കൂടി ഒരുമിച്ച് വറുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ല ഒരു പുളിയുറുമ്പ് കളറൊക്കെ വരില്ല. ആ നിറം വരുന്ന വരെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുക. ഇതിപ്പോൾ ഇത്രയും ഇതുള്ള കാരണേ നമ്മൾ ഒരുപാട് അധികം ഇട്ട് വറക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിക്കും അങ്ങോട്ട് പൊട്ടി വരില്ല. അപ്പോൾ അത് കാരണം തന്നെ നമ്മളിത് രണ്ടും മിക്സ് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ചെയ്ത് വറക്കണുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചേ ഉള്ളൂ വെച്ചെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വറുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടൈം നമുക്ക് അത്ര അങ്ങനെ പോകില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചെറിയ തോതിലൊക്കെ ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കണില്ലേ നമുക്ക് ഇതുപോലെ. പക്ഷേ ഇത് ഒന്നുമല്ല കേട്ടോ, ഇതിൽ ഇപ്പോൾ എത്രയോ അരിമണികളുണ്ട്. എല്ലാം പൊട്ടി ഇതുപോലെ വലുതായി വന്ന് ഒരു കളറ് വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ഭാഗത്തും നല്ല ചൂട് വരാവുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അടിഭാഗത്തെ അരിമണികളാണ് ഈ പൊട്ടുന്ന ശബ്ദം കേൾക്കണേ. എല്ലാം ഇതുപോലെ പൊട്ടി വിരിയണം നമുക്ക്. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഈ അരിമണി വറുത്തിട്ട്, നമ്മൾ അരിമണി മാത്രം വറുത്തിട്ട് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ അരിമണിയിൽ തന്നെ ശർക്കര ഇട്ടിട്ട് പൊടിച്ചിട്ട് മിക്സി ജാറിനകത്തിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യില്ലേ, അതിൽ കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് പൊടിച്ചിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. തരിപ്പണം എന്നാണ് അതിനൊക്കെ പറയാറ് കേട്ടോ. ഞങ്ങളവിടെ പല സ്ഥലത്തും പല പേരുകളായിരിക്കും. അപ്പോൾ അങ്ങനെയും കഴിക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉണ്ട തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ നാളികേരം കൂടി വറുത്ത് ചേർത്ത് പൊടിച്ചെടുക്കണമെന്ന് എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് ഫുള്ള് നല്ല കളർ വരുന്ന പോലെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരിമണിയൊക്കെ വറുത്ത് എല്ലാം ഒരുപോലെ ആയി വന്നിട്ടുണ്ട്. കാരണം പൊട്ടുന്ന ശബ്ദമൊക്കെ ഒരു ഇതെല്ലാം നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആവണം, എല്ലാം ഇങ്ങനെ പൊട്ടി വിരിഞ്ഞിട്ട് ഈ ഒരു കളറ് നമുക്ക് വരണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ചൂടാറാൻ വെക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നാളികേരം കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ. നാളികേരം സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാളികേരം കൂടി വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ കളറൊക്കെ ആവുന്ന വരെ നമ്മൾ വറുത്തെടുക്കുക.
അപ്പോൾ നാളികേരത്തിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ എണ്ണയൊന്നും ചേർക്കണില്ല. അപ്പോൾ അത് കാരണം തന്നെ അടിപിടിക്കാനുള്ളൊരു സാധ്യത കുറച്ച് കൂടുതലാണ്. ഇതുപോലെ ഇങ്ങനെ കളറൊക്കെ മാറും. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒന്ന് ചൂടാകുമ്പോൾ ഈ ഇതിലത്തെ നാളികേരത്തിലെ എണ്ണ പുറത്തേക്ക് വരുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതും ചൂടാറാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പം നമുക്കിനി ഇതിലേക്കുള്ള ശർക്കര ഉരുക്കാൻ വെക്കാം. അപ്പോൾ ശർക്കരയുടെ ഒരളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്ഥിരം തയ്യാറാക്കുന്നവരായാലും ഇപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലൊന്നുമല്ല ഞാൻ എടുക്കാറ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ ഒരു 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി നമ്മൾ കുറച്ച് കൂടുതൽ ശർക്കര എടുത്താലും കുഴപ്പമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള അതുപോലത്തെ ഒരു 5 ബലം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം നമ്മുടെ ഈ പൊടി ഒന്ന് കുഴഞ്ഞ് വരണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇത്തിരി വെള്ളം വേണ്ടി വരും. അപ്പോൾ അത് കാരണം അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഉണ്ട തയ്യാറാക്കുന്ന പോലെ ഇങ്ങനെ ഭയങ്കര സ്ട്രിപ്പ് 2 നൂല് പാകത്തിന് അല്ലെങ്കിൽ 1 നൂല് പാകത്തിനൊക്കെ എടുത്ത് അങ്ങനെ നല്ല ഉറച്ച ഉണ്ടയല്ല. നമുക്ക് ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന അങ്ങനത്തെ തരത്തിലുള്ളതാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കര പാനിയാക്കി എടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ അരി ഞാൻ ഫസ്റ്റ് ബാച്ച് പൊടിച്ചത് എടുത്തതാണ് കേട്ടോ. അത് ഉണ്ടല്ലേ. അപ്പോൾ ഈ അരി പൊടിച്ചെടുക്കുമ്പോഴേ നമ്മൾ ഇതിൽ ഞാൻ അരി മാത്രമേ പൊടിച്ചിട്ടുള്ളൂ. അപ്പോൾ അടുത്തതൊക്കെ നമ്മൾ പൊടിക്കുമ്പോൾ നമ്മൾ നാളികേരം കൂടി ചേർത്തിട്ട് പൊടിക്കുക. അവസാനം നാളികേരം മാത്രമായിട്ട് പൊടിക്കാൻ നിൽക്കണ്ട. നാളികേരം അരിയും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്താൽ നാളികേരം ഇതിൻ്റെ ഇടയിൽ നന്നായി പൊടിഞ്ഞു വന്നോളൂ കേട്ടോ. ഇപ്പം നമ്മുടെ നാളികേരം കൂടി ചേർത്ത് പൊടിച്ചതാണ് ഇത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ലൊരു കളറ് ഇതിന് വന്നു. അപ്പോൾ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അരി ഒരു 2 ട്രിപ്പ് ഒന്ന് കറക്കിയതിന് ശേഷം നമ്മൾ നാളികേരം ഇട്ട് പൊടിച്ചാൽ മതി. ആദ്യം തന്നെ നമ്മൾ നാളികേരം ഇട്ട് പൊടിക്കുകയാണെന്ന് വെച്ചെങ്കിലേ നാളികേരത്തിൽ എണ്ണയൊക്കെ വന്നിട്ട് ചിലപ്പോൾ അരി ആണ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല എന്ന് വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല മഴയാണ് പെയ്യുന്നത്. ശരിക്കും മഴയത്ത് നല്ലൊരു നൊസ്റ്റാൾജിക് സംഭവം തന്നെയായിരിക്കും നമ്മുടെ ഉണ്ടാട്ടോ. അതിലൊരു സംശയമില്ല. ഈ നാളികേരം ഇട്ട് പൊടിച്ചപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ സ്മെല്ല് ശരിക്കും നല്ല ഔലോസ് പൊടിയുടെ മണം വന്നു. പക്ഷെ ഔലോസ് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഇപ്പം ഇല്ല കേട്ടോ. പക്ഷെ ഉണ്ട ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. നമ്മളിതിന് മുമ്പ് നല്ല ട്രഡീഷണൽ ഉണ്ട തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ട് വെച്ചെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ട ഇപ്പോൾ ഈ നാളികേരം കൂടി ചേർത്തപ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ ഇതിങ്ങനെ പിടിക്കാവുന്ന ഒരു ഭാഗം. അപ്പോൾ അടിയിൽ നമ്മൾ നാളികേരം ചേർക്കാത്തതുണ്ട്. അതാണ് ഇങ്ങനെ ഈ കളറ്. ഇതുകൂടി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കര എത്രത്തോണ്ട് വേണം എന്ന് നോക്കണം. അതായത് ശർക്കര 1 നൂല് പാകമായതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്ര ടൈറ്റുള്ള ഉണ്ടയൊന്നും ആയിരിക്കില്ല കിട്ടുക. അല്ലെങ്കിൽ നന്നായിട്ട് കുറുകി വരിക. അതായത് നല്ല കട്ടിക്ക് വരില്ലേ. നല്ലൊരു നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ ഒട്ടുന്നൊരു പ്രായമല്ലേ. ആ ഒരു ലെവലിൽ നമുക്ക് എടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ടി വരില്ല നമുക്ക് ഇതിനകത്ത്. ശർക്കര പാനിയൊന്നും വേണ്ടി വരില്ല. കാരണം നാളികേരം തന്നെ ചേർത്തപ്പോൾ തന്നെ അങ്ങനെ ഒരു പിടുത്തത്തിനുള്ള ഒരു ഇതുണ്ട് കണ്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നാളികേരും ഇതൊക്കെ കൂടിയിട്ട്. അപ്പോൾ നമ്മുടെ ജീരകം ചേർത്തതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ശർക്കര പാനി അവിടെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായി ഒന്നും കൂടി ആയി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര പാനി കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതേ 1 നൂല് പാകുന്നല്ല. പോരാ, കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. തീരെ നമ്മൾ ഇതായാലും അത് നമുക്ക് ശരിക്കും പെട്ടെന്ന് തൊടുമ്പോഴേക്കും ഇങ്ങോട്ട് പൊട്ടിപ്പോവും. അത്രയ്ക്ക് വേണ്ട. ഒന്ന് നല്ല കട്ടിക്കായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കരപ്പാനി ഞാൻ 1 നൂല് പാകത്തിൽ തന്നെയാണ് എടുത്തത് കേട്ടോ. 1 നൂല് പാകത്തിൽ നമ്മൾ ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മുഴുവനും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നോക്കി നോക്കാം. ഇളക്കി നോക്കിയിട്ട് ഒരുവിധമൊക്കെ കൂട്ടിപ്പിടുത്തം വന്നു വെച്ചെങ്കിൽ നമുക്ക് നിർത്താം. നമ്മളെല്ലാ ശർക്കരയും ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതന്നെ ആക്കിയപ്പോൾ അത്യാവശ്യത്തിനാവുമെന്നാണ് തോന്നണേ. പോരായി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം ചേർക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കി വന്നെന്ന് ചോദിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നന്നായി ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ ഒരു കേടും വരില്ല. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഉണ്ട പിടിക്കാൻ പാകമായിരിക്കും. കുറച്ച് പൊടി ഇതിങ്ങനായിട്ട് കെടുക്കുന്നുണ്ട് വെച്ചെങ്കിലും അതൊരു പ്രശ്നമല്ല. ഇപ്പോൾ ചൂട് നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോയിൽ അതെന്ന് പറഞ്ഞാൽ നല്ല ചൂടിൽ തന്നെ പിടിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഉണ്ട കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ കൈ ഒരുപാട് നല്ല രീതിയിൽ തന്നെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് വലിയ ചൂടില്ല, എന്നാലും നമുക്ക് പിടിക്കാൻ പറ്റും. ഈ ഒരു പാകത്തിന് ചെറിയ ഉണ്ടകളാണ്.
നമ്മൾ തയ്യാറാക്കണം കേട്ടോ. ഒരുപാട് വലിയ ഉണ്ടകളല്ല, ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകൾ തയ്യാറാക്കാം. അപ്പോൾ ഇങ്ങനെ ഫിറ്റാക്കി തന്നെ കൊടുക്കുക. അത് ചൂടാറുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആവും കേട്ടോ. അപ്പോൾ ചൂട് നന്നായി ആറി കഴിഞ്ഞിട്ട് വെച്ചിങ്ങനെ നമുക്ക് ശരിക്കും പിടിക്കാൻ പറ്റില്ല. അതായത് അത് മറ്റതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ചൂടാറും മുമ്പ് തന്നെ നമ്മളിങ്ങനെ പിടിച്ചെടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഉണ്ടെല്ലാം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കിയതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചുകൂടി കളറൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഇത്തിരി മധുരം കുറവെന്ന് പറഞ്ഞാൽ മധുരം ഭയങ്കര താല്പര്യമുള്ളവർക്ക് ഇത്തിരി മധുരം കുറവ്, അല്ലെങ്കിൽ നോർമൽ രീതിയിൽ അത്ര മധുരം മതിയാവും കേട്ടോ. ആ മധുരം മതിയാവും. പക്ഷെ നമ്മൾ കുറച്ചും കൂടി പാനി ചേർത്ത് കൊടുത്തു. അതാണ് ഇങ്ങനെ കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ടിരിക്കുന്നത്. മധുരം ഇഷ്ടമുള്ളവർക്ക് ഈ പാകത്തിന് നമുക്ക് ഒഴിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ ശർക്കര പാനിയിൽ ഇത്ര കുറവുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ചൂടാറിയിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ അരിയുണ്ട തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്